കടുവ കടിച്ചു കൊന്ന ചോക്കാട് കല്ലാമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്ത് വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു. നിലമ്പൂർ സൗത്ത് DFO ധനിക്ലാലിന്റെ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത്. വനം മന്ത്രി AK ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ മെയ് 15-നാണ് കാളിക്കാവ് അടക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ച് ടാപ്പിംഗിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചു കൊന്നത്. സഹോദരങ്ങളായ ഹർഷൽ, നാഷി, NCP നേതാക്കളായ പരുന്തൻ നൌഷാദ്, കണ്ണിയൻ കരീം, കുട്ടിയാമോ എന്നിവരും വനം വകുപ്പ് ഓഫീസിലെത്തിയിരുന്നു. നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനമെന്ന് സൗത്ത് DFO ധനിക്ലാൽ പറഞ്ഞു. ഗഫൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദാരുണമായ സംഭവമായിരുന്നു. ആ സമയത്ത് തന്നെ അത് ബന്ധപ്പെട്ട പാർട്ടിക്കാരും അതേമാതിരി അവിടുത്തെ ജനങ്ങളൊക്കെ ഇടപെട്ട് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഗഫൂർ മരിച്ചുപോയി, അവൻ്റെ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന കടമ. അതിൻ്റെ ഭാഗമായി അന്ന് തന്നെ മന്ത്രി ഇടപെടുകയും അതിന് വേണ്ട ധനസഹായം കൊടുക്കാമെന്ന് പറയുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് ശേഷം അവൻ്റെ കുടുംബത്തിലെ അവസ്ഥ മനസ്സിലാക്കി ആ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് മന്ത്രി അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അതിന് ശേഷം മന്ത്രി വീട് സന്ദർശിക്കുകയും ആ സമയത്ത് മന്ത്രി DFOയെ വിളിച്ച് ഉടനെ ജോലി കൊടുക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുന്ന ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ DFO നോർത്ത് ഡിവിഷനിൽ ജോലി കൊടുക്കാമെന്ന് സൗത്ത് DFO അതിന് ജോലി കൊടുക്കാമെന്ന് സംഭവിച്ച് അതിൻ്റെ ഭാഗമായി ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. മന്ത്രി ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ വന്ന് എൻ്റെ പെങ്ങളാണ്, അവൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.